ഹലോ. നമുക്ക് ഓരോ ദിവസവും ഓരോ മൂഡായിരിക്കും. എല്ലാ ദിവസവും ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് സന്തോഷം അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് സങ്കടം അങ്ങനൊന്നുമില്ല. ചില ദിവസം ഭയങ്കര അടിപൊളി വൈബായിരിക്കും, ചില ദിവസം കട്ട ശോകമായിരിക്കും. ഇന്നത്തെ ദിവസം എന്താ പറയുക, ഇതിന് രണ്ടിലും ഒരു മീഡിയത്തിൽ നിൽക്കുന്ന ഒരു ദിവസമായിരുന്നു. എനിക്ക് അഷ്ടമിക്ക് ബജ്ജി കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അഷ്ടമി കഴിഞ്ഞിട്ടാണ് ഞാൻ ബജ്ജി വാങ്ങിച്ച് കഴിച്ചത്. അപ്പോൾ കട്ടൻ ചായയും ബജ്ജിയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് പെട്ടെന്നൊരു കോള് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ സെറ്റായി. പെട്ടെന്ന് തന്നെ ഞാൻ കുഞ്ഞനെ ഒരുക്കി, ആ കൂട്ടത്തിൽ ഞാനും ഒരുങ്ങി. അധികമായിട്ടൊന്നും ഒരുങ്ങിയിട്ടില്ല. ഇപ്പോൾ ഏകദേശം സമയം നല്ല രാത്രിയല്ല, ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നൈറ്റ് ഒരു സ്ഥലം വരെ പോവാണ്. ഞാനും കുഞ്ഞനും ശങ്കരനും കൂടെയാണ് കേട്ടോ പോകുന്നത്. ഒരു 7 മണിയൊക്കെ ആയപ്പോൾ അവൻ വിളിച്ചിട്ട് ചോദിച്ചു നമുക്കൊന്ന് വൈക്കം വരെ ജസ്റ്റ് പോയാലോ എന്ന്. ഞങ്ങൾ വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാതെയാണ് ഇറങ്ങിയത്. ഇവരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പുട്ടും ചിക്കനും ഭയങ്കര ഫേമസ് ആണ് നമ്മുടെ വൈക്കത്ത്. കണ്ണൻ ചേട്ടൻ്റെ കടയിലെ പുട്ടും ചിക്കൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയാണ്. വലിയ കവലയിൽ നമ്മുടെ പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയാം. പക്ഷേ ഞാൻ ഇതുവരെ അവിടുത്തെ പുട്ടും ചിക്കനും കഴിച്ചിട്ടില്ല. അപ്പോൾ അവൻ ആദ്യം പറഞ്ഞു നമുക്കെങ്കിൽ പുട്ടും ചിക്കനും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടാണ് പോയത്. കുറച്ചധികം സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത്. സാധാരണയേക്കാളും തിരക്ക് കുറച്ച് കുറവാണെന്നാണ് പറഞ്ഞത്, എന്നാലും നല്ല തിരക്കായിരുന്നു. അവിടുത്തെ ആ പുട്ടിന് ഭയങ്കര ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഒരു നല്ല ചൂട് പുട്ടിൻ്റെ പുറത്തേക്ക് ഗ്രേവിയും അതുപോലെ തന്നെ നല്ല സവാള വറുത്തതും ചിക്കൻ ഫ്രൈയും സലാഡും ഒക്കെ കൂടെ കൂട്ടിയിട്ടാണ് നമുക്ക് തരുന്നത്. ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. അത്യാവശ്യം വൈക്കംകാരെല്ലാവരും തന്നെ പോയി കഴിച്ചു കാണും. എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ആയിരിക്കും അവസാനം പോയി കഴിക്കുന്നതെന്ന്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവൻ പിന്നെ പറഞ്ഞത് നമുക്ക് നേരെ സിനിമയ്ക്ക് പോകാമെന്നാണ്. ഞങ്ങൾ കുറച്ച് സമയം വൈക്കത്ത് എവിടെയെങ്കിലും സ്പെൻഡ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്. കാരണം ഞങ്ങൾ ഒന്നിച്ച് അഷ്ടമിക്കൊന്നും പോയില്ലായിരുന്നു, ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ വൈക്കത്ത് ഇരിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ അപ്പോൾ പിന്നെ ഞങ്ങൾ പ്ലാനൊക്കെ മൊത്തത്തിൽ മാറ്റി നേരെ സിനിമയ്ക്ക് പോകാമെന്നാക്കി. ഓക്കെ എന്ന് പറഞ്ഞു. ശരിക്കും നമ്മളോട് ഒരാൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ചോദിക്കുന്നവരെ കൂടെ മടുപ്പിക്കരുത്, ദൈവത്തെ ഓർത്ത്. ചിലരങ്ങനെയല്ല, പോകണോ വരണോ അങ്ങനെ ഭയങ്കര. പക്ഷെ ഞാൻ നേരെ തിരിച്ചിട്ടാണ്. എന്നോടൊരാൾ എന്തെങ്കിലും ഭയങ്കര എന്താ പറയുക, നമുക്ക് കുറച്ച് വൈബായിട്ടുള്ള കാര്യം നമുക്ക് ചെയ്താലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു റിവെഞ്ച് എടുത്താലോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് ചെയ്യാമെന്നുള്ളൊരു മൈൻഡുള്ളതാണ്. എനിക്ക് അങ്ങനെ അയ്യോ പൊത്തോ അങ്ങനെയൊന്നും പറയണമെന്ന് എനിക്ക് തോന്നാറില്ല കേട്ടോ. അപ്പം നമ്മളങ്ങനെ നേരെ പോയത് സിനിമയ്ക്കാണ്. തിയേറ്ററിൽ ചെന്നപ്പോഴത്തേക്കിനും അവിടെ അധികം ആളൊന്നും ഇല്ലായിരുന്നു, അത്ര വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ പോയത് 9 മണിയുടെ ഷോയ്ക്കാണ്. അപ്പോൾ കുഞ്ഞ് മെയിനായിട്ട് സിനിമയ്ക്ക് വന്ന് അടങ്ങിയിരിക്കണതിൻ്റെ ഫസ്റ്റത്തെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോപ്കോൺ ആണ്. അവന് പോപ്കോൺ ഒരു കവർ വാങ്ങിക്കൊടുത്തു. അവൻ സിനിമ തീരണ വരെ അവിടെ അടങ്ങിയിരുന്നോളും. പകുതിയൊക്കെ എത്തുമ്പോൾ ആൾ ഉറങ്ങും, പകുതി മുക്കാലോടുകൂടി ആൾ ഉറങ്ങിക്കോളും. പക്ഷെ വലിയ ശല്യമൊന്നുമില്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും സിനിമയ്ക്ക് പോകുമ്പോഴത്തേക്കിനും അവനെ കൂടെ കൊണ്ടുപോകാം. അപ്പോൾ സിനിമേൻ്റെ പേര് പറഞ്ഞില്ല, സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞ സിനിമയ്ക്കാട്ടോ പോയത്. നസ്രിയയുടെ ഫിലിമായിരുന്നു. എന്തായാലും അടിപൊളി സിനിമയായിരുന്നു. സിനിമയൊക്കെ കണ്ട് ഏകദേശം ഒരു 11-12 മണിയായി നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേക്കിനും. തിരിച്ചു വന്നപ്പോൾ അറിയാലോ, നമ്മുടെ നിത്യത്തൊഴിലുകൾ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. നാളത്തേക്കുള്ള ദോശമാവൊക്കെ അരച്ച് വെക്കണമായിരുന്നു. എനിക്കൊരു 12 മണി കഴിഞ്ഞാൽ സത്യം പറയാലോ നല്ല പേടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ പിന്നെ അത്യാവശ്യം അടുക്കളയിലും കുറച്ച് അലങ്കോലപ്പണികളൊക്കെ മിച്ചം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പണികൾ എല്ലാം ഏകദേശം കുറച്ച് ഫാസ്റ്റായിട്ട് തന്നെ ചെയ്ത് തീർത്ത്. ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയായതുകൊണ്ടാണ്. വീട്ടിലാണെങ്കിൽ കൂടി എനിക്ക് 12 മണി കഴിഞ്ഞാൽ എന്താണെന്നറിയില്ല, വല്ലാത്ത പേടിയാണ്, പണ്ട് തൊട്ടേ ഉള്ളതാണ്. അങ്ങനെ നമ്മുടെ അടുക്കളയുടെ പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം വൈൻഡപ്പ് ആയിട്ടുണ്ട്. ഒരു 1 മണിയോട് 12:30 കൂടിയൊക്കെ തന്നെ നമ്മൾ കിടന്നിട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.